ഞാനങ്ങനെ രാവിലെ തന്നെ എണീച്ച് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് ഒരു ചായയൊക്കെ വാങ്ങിച്ച് ഏതാ ചായ, അടിപൊളി ചായ. ഒരു ചായയൊക്കെ കുടിച്ച് ബുജേർ എണീച്ചില്ല കേട്ടോ, റൂമിൽ തന്നെ കിടക്കുക. ചായ കുടിച്ച് നേരെ ഓൻ്റെ അടുത്ത് പോയി ഓനെ തമ്മിൽ എണീപ്പിച്ചിട്ട് സെറ്റാക്കിയതാണ് അങ്ങനെ ഇറങ്ങുക. അപ്പോൾ ഗൈസ് ഇവിടുന്ന് ഗൂഡല്ലൂരിൽ നിന്ന് നേരെ കയറുകയാണ്, ഊട്ടി കയറാണ് അവരുടെ. ബുജേർ ലോഡിങ്ങിലാണ്, ബുജേർ പാക്ക് ചെയ്യാണ്. എൻ്റെ ബൈക്കൊക്കെ അതാ പാക്ക് ചെയ്ത് വെച്ച്. ഇതിൽ ഫുള്ള് ഡ്രസ്സാണ്, ഇതൊക്കെ ഇതാ ക്ലിപ്പ് ചെയ്ത് വെച്ചാണ്. ഇതിൽ ഫുള്ള് ഗാഡ്ജറ്റ്സ്. ബുജേറെ വെള്ളം ഫില്ല് ചെയ്യണ്ടേ? ഞങ്ങൾ ഇന്നലെ അവിടെ താമസിച്ചത് വീട്ടിൽ അടിപൊളി സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ദാസട്ടം പറഞ്ഞു പൊളിക്കുക ബ്രേക്ക്ഫാസ്റ്റ് അംബാനി വേബ്, ഫുൾ അംബാനി വേബ് തന്നെ. ബുജേർ തന്നെ. നമ്മളതാ കാണുന്ന ആ വ്യൂ പോയിന്റ്, അതിൻ്റെ അത്രയും കൂടി ഹൈറ്റ് ഉണ്ടാവും ഊട്ടിക്ക്. അതങ്ങോട്ട് ചവിട്ടണോ? ബുജേറൊക്കെ ഏതാ ലെവൽ ചവിട്ടുന്നറിയോ? ഒരു രക്ഷയില്ല, അപാര വെയിലാ. പക്ഷെ മരത്തിൻ്റെ അടിയിലെത്തുമ്പോൾ ഒരു AC കയറിയ ഫീലിങ്ങാണ്. ഒരു മരത്തിൻ്റെ തണൽ കിട്ടുമ്പോഴാണ് ശരിക്കും ആ മൂടും കൂടി കിട്ടുന്നത്. രാവിലെ ഒരു സ്ട്രെച്ചിങ്, ചെറിയൊരു നടന്നിട്ട് പിന്നെ നമ്മളത് ചവിട്ടി അങ്ങോട്ട് കയറുമ്പോൾ നല്ലൊരു സുഖം. അപ്പോൾ ബുജേർ രാവിലെ തന്നെ സ്ട്രെച്ചിങ്ങിന് ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്കൊക്കെ സകല ചായപ്പീടി അറ്റൻഡ് ചെയ്തിട്ടാണ് പോണത്. അത് വേറൊരു സുഖമാണ്. അങ്ങനെ നമ്മളത് ചവിട്ടി കയറി നേരെ പൈൻമരങ്ങൾ എടുത്തങ്ങോട്ട് എത്തി. അപ്പം നമ്മൾ എക്സ്ട്രീം ലെവല്. മാഷാ അല്ലാ. ബുജോ എന്താ പാടി? സെറ്റാ? ഇവിടുന്നുള്ള ആ ഒരു വ്യൂ അപാരം, അസാധ്യം. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ പിന്നെയും എല്ലാം അങ്ങനെ ചവിട്ടിൽ തുടങ്ങി. പിന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ, അടിപൊളി സ്മെല്ലാണ് ഇവിടെ. എന്താ അറിയില്ല, ഒരു വെറൈറ്റി വലിയ കൈതയൊക്കെ ഇവിടെ കാണാൻ പറ്റുള്ളൂ. പിന്നെ അതാ ഒരു സാധനം കൈമ കിട്ടി, സൈഡിൽ ഫ്ലിക്കറിങ്. വണ്ടീൻ്റെ ബ്രേക്കിംഗ് കൊണ്ട് ഇത്രയും ആഴത്തിൽ പ്ലാസ്റ്റർ പാറ്റീസ് ഇട്ട് ഫിക്സ് ചെയ്ത് ഗിയറങ്ങനെ അംബാനി വൈബ്. പറഞ്ഞാൽ കോട പൊളി. വണ്ടി താഴത്തിൽ പോകണം. ഇവിടെ എന്താ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ബുജേറെ, ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഇവിടെ അപാരൊരു വൈബ് സ്ഥലമാണ്. പക്ഷേ ഉണ്ടല്ലോ ഇവിടെ ആർക്കും വണ്ടി നിർത്താനില്ല. താഴെ റോഡ് വരുന്നുണ്ട്, അവിടെ ആ എഡ്ജിലൊന്നും എന്തില്ല, പാർക്കിംഗ് ഇല്ല, എവിടെയില്ല. പിന്നെ മേലുള്ളത് അന്നവർക്ക് അവിടെ ആൾക്കാർക്ക് മനസ്സിലാവുകയില്ല. അടിപൊളി സ്ഥലം, അംബാനി വൈബാ. ഈ ഒരു ലൊക്കേഷൻ്റെ ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ Insta 360 അങ്ങോട്ട് ഓണാക്കിയിട്ട് നമ്മളെ സെൽഫി സ്റ്റിക്കൊക്കെ അത് കണക്ട് ചെയ്തിട്ട് നല്ലോണം നടുക്കറക്കി. അപ്പോൾ ഫുൾ വൈഡിൽ നമുക്കൊരു എൻജോയ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കിട്ടും. ഞങ്ങളങ്ങനെ കിട്ടുന്ന സ്പോട്ടുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വലിഞ്ഞ് കയറിയ കയറ്റൊക്കെ കയറി പോകുന്ന ആ ഒരു സുഖം കിട്ടും. അതെന്തായാലും ഞങ്ങൾ എന്തൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടാണ് കയറി പോകുന്നത്.
ഒരു വണ്ടി പോണ ഒരു സ്ഥലമുണ്ട്, ആ ബൈക്കൊക്കെ പോകാണ്ടില്ലേ, അവിടെ നിന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അവിടെ നമ്മളിങ്ങനെ എയിം ചെയ്തതാണ്. എവിടേക്ക് അറിയോ? അതിൻ്റെ നേരെ പകുതിയാണ് ഈ റോക്ക്. ഈ സ്ഥലത്തിൻ്റെ പറയാ എടാ ബിജു, അതിൻ്റെ പറയാ നീഡിൽ റോക്ക്. ഈ റോക്ക് എന്ന സ്ഥലം അതിൻ്റെ നേരെ അതിൻ്റെ നേരെ ഇരട്ടിയിലാണ്, അതിൻ്റെ നേരെ എക്സ്ട്രാ ഇരട്ടിയിലാണ് നമ്മൾ എവിടെ ഇരിക്കുന്നത്, ഇപ്പം ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും കൂടി കയറാണ്ട് നമ്മൾ വിൽക്കെത്തും. ആ വണ്ടി പോകണം. ഇവിടുന്ന് ഇവിടുന്ന് നമ്മളിതാ അടങ്ങിയിരിക്കുക. ഒരേ വൈബ്. അങ്ങനെ ഊട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കോടതാ. ചവിട്ടി ഇവിടെ ചവിട്ടി വന്നിട്ട് ആ ഒരു കോട കാണുന്നുണ്ടായിരുന്നു. കോട, ചാറ്റൽ മഴ, ഞാന് പുജേറ്, ഒരേ പൊളി റൈഡ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഇങ്ങനെ അച്ചീവ് ചെയ്ത റൈഡ് ഇല്ലെന്നാ പറഞ്ഞേ. അത് നോക്കി ബുജു, കോട നോക്ക്. ഏതാ കോട ഉണ്ടതാ? ഓ ഏതാ നോക്ക്, പൈന്മരം, കോട. ക്യാമറയിൽ എത്ര വിസിബിലിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പൊളി പറഞ്ഞാല് ഒരു രക്ഷയില്ലാത്ത പൊളി. ഔ KSRTC ഒക്കെ വരുന്നുണ്ടോ? ആടാ ഏതാ വൈബ് അറിയോ? വൈബല്ല, പച്ച മലയാളത്ത് പറഞ്ഞാല് ഏതാ വൈബ്, ഒരു രക്ഷയില്ല. തേയിലത്തോട്ടൊക്കെ എത്ര അല്ലേ വിചാര? 4 കൊല്ലം ഇനി ഗൾഫ് പോയിട്ട് 4 കൊല്ലം ഇനി ഗൾഫ് ഞങ്ങൾക്ക് ഈ ലൈഫ് കിട്ടിക്കുന്നു. ഓ ഏതാ ഞങ്ങൾ നടുവട്ടെത്തിട്ടോ. വൈകുന്നേരം എത്ര മണി സമയം? എത്രയായി സമയമൊന്നും ഓർമ്മയില്ല, ഞങ്ങൾ സമയം നോക്കുന്നില്ല. ഏതാ കോട അറിയോ? വൈബ്. ബോഡി ആണെങ്കിൽ ചവിട്ടിയിട്ട് ഫുള്ള് ഹീറ്റും ഒന്നും പറയാനില്ല. ഞങ്ങൾ സിറ്റി ഒന്നും കാണുന്നില്ല, നടുവട്ടൊന്നും കണ്ടില്ലേ. അപ്പോൾ ലൈഫിൽ ഇതാണ് റൈഡ് ചെയ്തിട്ടല്ല, ചെയ്യാണതാ. കുതിരക്കൂട്ടം കണ്ടോ? 1 2 പൊളി. ഏതവസ്ഥ അറിയോ? ആൾക്കാരൊക്കെ ഞാൻ തണുത്ത് പറിച്ചിക്ക. തേരൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിത് എന്താ അറിയോ? ചവിട്ടിയിട്ട് ഫുൾ ഓൺ പവറിലാണ് ചവിട്ടിയിട്ട് ബോഡി ഇങ്ങനെ ഹീറ്റ് ആവുക. നടുവട്ടം സിറ്റി ഒന്നും കാണുന്നില്ല. ആ കോടൻ്റെ എഫക്റ്റൊക്കെ ഇങ്ങനെ തമർത്തി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയപ്പോഴതാ ഒരു അടിപൊളി സൺസെറ്റ് അങ്ങോട്ട് കിട്ടിയത്. സൺസെറ്റ് തന്നെ ഒരേ പൊളി. പിന്നെതാ ഞങ്ങൾ അടിപൊളി ഒരു വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നല്ല ബുൾസയും ചായയൊക്കെ കഴിച്ച് നല്ല കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ബാക്കി ഇങ്ങനെ ചവിട്ടടിക്കുക. ഇവിടെ നല്ല തണുപ്പാട്ടോ. ഇവിടെ ഈ ചോളൊക്കെ വേവിക്കുന്ന ചൂടില്ലേ, അതിൻ്റെ അടുത്തൊക്കെ ഞങ്ങളിങ്ങനെ പോയിട്ട് കയ്യും പാലൊക്കെ ഒന്ന് ചൂടാക്കി ചവിട്ട് നിർത്തിയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് അങ്ങോട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം പിന്നെ ചൂടാക്കിയാലത് രക്ഷയില്ല. അങ്ങനെ ഞാൻ ചെയ്യാം. ഇപ്പോൾ നിന്നാ അവിടെ വെച്ചോട് നല്ലോണം. ഔട്ടോട് അത് പോയി. ഗൈസ് ടാസ്ക് ഏരിയ ഒരു 3-4 കിലോമീറ്റർ ഫുൾ കാട്ടുകൂടിയായിരുന്നു. ഡേഞ്ചർ സോണ്. മഴ ചെയ്ത സ്ഥലത്ത് കയറിയത് കൊണ്ട് വേറെ ഒന്നും നടന്നില്ലേ. അപ്പോൾ ചവിട്ട് നടന്നില്ലേ. അപ്പോൾ അതാ ഓ
ഊട്ടി സിറ്റി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാഷാള്ള വലിയ ചൊറല്ലാണ്ട് ഇവിടെ എത്തിക്കണേ. ഫുള്ള് കോട, മൂൺ, ബുജേറ്. ഞാൻ ഡേഞ്ചർ സോണായിരുന്നു ഇത്ര ഒക്കെ തരണം ചെയ്ത് ഞങ്ങൾ ഊട്ടി സിറ്റി എത്തിയതുകൊണ്ട്. അങ്ങനെ രാത്രി ഞങ്ങൾ തലക്കുന്ത എന്ന സ്ഥലത്ത് റൂമൊക്കെ എടുത്ത് ഇവിടെ നല്ല ദോശയൊക്കെ എടുത്ത് കിടന്നുറങ്ങി. രാവിലെ തന്നെ എണീച്ച് ഏത് രാവിലെതാ ഒരു പ്രീമിയം റൂമൊന്നല്ല, സാധാ റൂമാണ് എടുത്ത്. ഇവിടുന്ന് തലക്കുന്ത വ്യൂ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടാണ്. അടിപൊളി ഏരിയ ആണ്. ഞാനങ്ങനെ രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് എന്തായാലും ഒരു അങ്ങാടിയിലൊരു ചെറിയ ചായപ്പൊടി ഉണ്ടാവുമല്ലോ, അവിടെ കയറി ഒരു ചായയും ഒരു വിനോടയൊക്കെ കുടിച്ച് പൂച്ചയൊക്കെ തണുത്തിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ബുജേർ എണീറ്റില്ല, ബുജേർ നല്ല ഉറക്കിലാണ്. ഞാനൊന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു കയറാൻ വെച്ചു. ഞങ്ങളെ സൈക്കിളൊക്കെ താ ഇവിടെ കയറ്റി വെച്ചായിരുന്നു അരവിടുത്തിന് വേണ്ടി. പ്രത്യേകിച്ച് കൂട്ടിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. രാവിലെ ഇവിടെ എന്താ റൂമൊന്ന് വെക്കേറ്റ് അടിച്ച് ഊട്ടി തെണ്ടാൻ ഇറങ്ങിയതാ. ഊട്ടി ഒന്ന് തെണ്ടണം, തെണ്ടിങ് ആയിട്ട് വേണം വീട്ടിൽ പോകണമെങ്കിൽ. അപ്പം ഗൈസ് രാവിലെ വിജയതാ എനിക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേടെ കല്ലെട്ടിയോ? സൈക്കിളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഊട്ടി ഒന്ന് തെണ്ടണം. വിജയ പറഞ്ഞിട്ട് കറങ്ങണം. ഊട്ടി സിറ്റിയിലേക്കുള്ള റൂട്ട് ഇവിടെ അടയ്ക്കുക. അമ്മസനഗുടി വഴി വരുന്നവരും നേരെ കോഴിക്കോട് ഭാഗത്ത് ഗൂഡല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്നതൊക്കെ ഇവിടെ ബ്ലോക്കാക്കും. ചോദിച്ച് പറഞ്ഞ് സെറ്റാക്കിയിട്ടേ ഇവിടെ അങ്ങോട്ട് വരും. ഊട്ടിയിലെ ഒരു ട്രൈബൽസ് ഒരു ഏരിയ. അടിപൊളി കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. വിജയറുണ്ട്. അടിപൊളി സ്ഥലം. നമ്മളങ്ങനെ അവർ ഇവിടേക്ക് വെക്കാം. ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ ചെരുപ്പിടാൻ പറ്റില്ല. അതാ കുട്ടികളങ്ങനെ മെൻഷൻ ചെയ്യുന്നത്. കൂരി ഹെൽമെറ്റൊക്കെ കൂരി ജറ വളരെ അതിരോടെ നമ്മളിങ്ങനെ കാണാൻ പോവാം. ഊട്ടിയിലെ മോസ്റ്റ് ട്രൈബൽ ഏരിയ. ഇത് ഊട്ടിയിലെ ഏകദേശം 1500-ലധികം ആളുകൾ ഉള്ള ഒരു ഗോത്രമാണ്. ഒരു ഗോത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രൈബൽസിൻ്റെ ഒരു അമ്പലമാണ്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഭക്തിയും കാര്യങ്ങളും ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഇവർ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എത്രയോ ദിവസം നോൽമ്പൊക്കെ നോറ്റിട്ടാണ് ഇതിൽ ഇവിടേക്ക് ചെരുപ്പിട്ടിട്ടൊന്നും ചവിട്ടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ സൈക്കിൾ ചെയ്ത് വന്നതും കൂടി ഞങ്ങളങ്ങനെ കയറിയതാണ്. ഇവിടേക്ക് ഇങ്ങനെ വാഹനങ്ങളൊന്നും അലൗഡ് ഇല്ല. അടിപൊളി സ്ഥലം. ഞങ്ങളതൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തത്. ഇതിൻ്റെ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് മഹാഭാരത കാലത്താണ്. അതിൻ്റെ മേൽക്കൂര കാണാൻ വൈക്കോലോട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കമ്പുകൾ വെച്ചിട്ട് ഒരു അപാരൊരു സംഭവം. ഒരു സ്പിരിച്വൽ പിന്നെ ഇവിടെ ഞങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ കണ്ടില്ല ഒരു കുടില് പിന്നെ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരാളെ മീറ്റ് ചെയ്ത് അപ്പോൾ ആൾ പറഞ്ഞ് ഇങ്ങോട്ടൊക്കെ കയറാൻ പറ്റും. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നടുവിലേക്ക് മാത്രമാണ് കയറാൻ പറ്റാത്തത്. ഇതൊക്കെ പോയിട്ട് കാണാനും ഇതിനൊന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് കയറിയിട്ട് കണ്ടു. എനിക്കൊന്ന് ഓരോ വർഷം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നുണ്ട് അല്ലേ?
ചില സ്ഥലത്തെ സ്പെഷ്യൽ സാധനങ്ങളുണ്ടാവും. ഞങ്ങൾ അങ്ങനെ അതൊക്കെ കണ്ട് നേരെ മെല്ലെ തിരിച്ചിറങ്ങി. ഇവർക്ക് ഇവിടേക്ക് നല്ല കോൺക്രീറ്റ് ഇട്ട റോഡൊക്കെ സെറ്റായി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ സർക്കാർ. ചെറിയ ഒരു സ്ഥലമാണെങ്കിലും അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ മണ്ണിങ്ങനെ എടുത്തു പോകല്ലോ, വാഹനങ്ങളൊന്നും കയറി അങ്ങോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല റോഡൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞങ്ങളങ്ങനെ കണ്ട് ഫുള്ള് ചാണകം കേട്ടോ. ഫുള്ള് അവിടെ ഇവരെ മെയിൻ ഫാമിംഗ് ആണ്. ഇവരെ വരുമാന മാർഗം ഫാമിംഗ് ആണ്. പശു കൃഷി തന്നെയാണ് ഇവരെ മെയിൻ. അപ്പോൾ നല്ല അടിപൊളി ചാണകങ്ങളൊക്കെ റോഡിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നു. അവിടെ ഡിസംബർ അവസാന വാരത്തിലാണ് അവിടുത്തെ ഉത്സവം. അത് കാണാൻ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അഭിപ്രായം അങ്ങനെ പറയാം. എനിക്ക് ഈ വർഷം ഡിസംബർ ലാസ്റ്റ് സൺഡേ വന്നാൽ പരിപാടികളിലേക്കും വിജയൻ്റെ അതിയായ ആഗ്രഹം ഊട്ടിയിൽ വന്നിട്ട് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കണമെന്ന്. ഹോട്ട് ചോക്ലേറ്റ് എന്ത് ഹോട്ട് ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റ് ഫാക്ടറി കയറിയ കപ്പ് ബിസ്ക്കറ്റ് അതിൻ്റെ ഇടയിൽ ചോക്ലേറ്റും ഇടാറ് സാധനം. ഇതാ റോഡ് നേരെ ബ്ലോക്കാകുക. സ്റ്റാലിന് പോകണം. സ്റ്റാലിൻ ഏതാ വൈബ്? മുഖ്യമന്ത്രിയാണ് പോകുന്നത് സ്റ്റാലിൻ. ഫുൾ പ്രൊട്ടക്ഷൻ പവർ സ്റ്റാലിൻ. അത് ഗണ്ണൊക്കെ നോക്ക്. വീഡിയോ ഫുൾ സെറ്റപ്പ്. മെഡിക്കൽ കോളേജ് ഓപ്പൺ ക്യാമറ CCTV. പിന്നെ അങ്ങോട്ട് ഊട്ടി സിറ്റി മൊത്തം ഇടക്കും തലക്കും നല്ല പേറ്റും മയും തണുപ്പും. അങ്ങ് ഓരോ സ്ഥലത്ത് കയറിയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചവിട്ടും ഇടയ്ക്കിടയ്ക്ക് കയറിക്കും. അതന്നെ അവസ്ഥ. എന്നാണെങ്കിൽ ഇയാളെ ടീമിൻ്റെ വിസിറ്റുള്ളതുകൊണ്ട് സിറ്റി മൊത്തം റഷ്. അപ്പം നോക്കി കണ്ടാണ് ഇങ്ങനെ ചവിട്ടി അവസാനങ്ങൾ റൂമെടുത്ത് ഒന്നും കൂടെയാണ് ഊട്ടി പിന്നെ സ്റ്റേ ചെയ്ത്. രാത്രി ഇതാ നല്ലൊരു ഹോട്ടലിൽ കയറി നല്ല പനീർ മസാലയും നല്ല റൊട്ടിയൊക്കെ അടിപൊളി. നേരെ റൂമിൽ പോയിട്ട് നല്ല കിടന്നങ്ങോട്ട് ഇരിക്കാൻ. ഗുഡ് മോർണിംഗ് ഗൈസ്. വിജയരത് അവിടുന്ന് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. വിജയൻ്റെ വ്ളോഗിങ്ങൊക്കെ സെറ്റപ്പാണ്. അപ്പോൾ ഞങ്ങൾ റൂം വിട്ട് സൈക്കിൾ കൂട്ടമായിട്ട് അവിടെ ഉണ്ട്. നേരെ വിട്ടാണ് നാട്ടിലേക്ക് തിരികെയാണ്. അപ്പം ഗൈസ് ഊട്ടിയിൽ ബ്രിട്ടാനാണ് യാത്ര പറയാണ്. വിജയരൊക്കെ രാവിലെ തന്നെ ഫുൾ ഓൺ പവർ. ഫുള്ള് ചവിട്ടനാണ്. കാരണം വൺ ഡേ കൊണ്ട് നമുക്ക് നാട്ടിലെത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ അതാ നല്ല അത്യാവശ്യം ഈ പിന്നെ വേറെ എവിടെയും കയറുക നിർത്തുക എന്നൊരു പരിപാടി നേരെ ചവിട്ടുക നാട്ടിൽ ചെയ്യാം.
രാവിലെ തന്നെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല പൂരിയും ബാജിയും. പിന്നെ ഇതാ നേരെ ചവിട്ടന്നെ തുടങ്ങി. ഒരേ ചവിട്ട്. കുതിര സഫാരിക്കാർ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കുതിരനെയൊക്കെ റെഡിയാക്കിയിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങുകയാണ്. ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിലും ഇതുപോണം കുതിര സഫാരിക്കാർ കുതിരനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കി അവർ സെറ്റഡായിട്ട് ഇറങ്ങും. വരുമ്പോൾ ഞങ്ങളതാ ഷൂട്ടിംഗ് പോയിന്റിലൊക്കെ നിർത്തി സിംഗിൾ ബുൾസൈ ചായ. സൈക്കിൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ പോണ പോക്കിൽ കിട്ടുന്ന എല്ലാ ഫുഡുകളും കഴിക്കും. കാരണം നമ്മൾ പെട്രോൾ അടിച്ചിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത്. നമ്മൾ തിന്നിട്ട് സൈക്കിൾ അങ്ങനെ ചവിട്ടല്ലേ. അപ്പോൾ നമ്മളെ പെട്രോൾ നിറച്ച് കൊടുത്തില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ സൈഡാവും. അപ്പോൾ നല്ല അടിപൊളി ഇന്നലെ ചവിട്ടി കയറ്റിയ എല്ലാ കയറ്റവും ഞങ്ങളങ്ങനെ അടിച്ച് പൊളിച്ചങ്ങനെ ഇറക്കി. ഞങ്ങൾ ഇറങ്ങി നേരെ ഗൂഡല്ലൂർ സിറ്റി എത്തി. ഗൂഡല്ലൂരിൽ നിന്ന് നേരെ നാടുകാണി റൂട്ടിൽ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടി. അങ്ങനെ ടയർ അങ്ങോട്ട് പഞ്ചറായി. നല്ലൊരു ചെറിയൊരു പിന്നിട്ട കുടുങ്ങിയാൽ തോന്നുന്നു. പഞ്ചറായി. ഞങ്ങളങ്ങനെ നിർത്തി അതൊക്കെ അയച്ച് കണ്ടുപിടിക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. കാരണം വെള്ളമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ചതാ ചെറിയൊരു ആണി. ഒരു ടിക്കറ്റിൻ്റെ ഒക്കെ പിന്നിൻ്റെ മുകളിലാണ് ഒരു ഒരാണി. ഒരു സ്റ്റേപ്ലെയറിന് തന്നെ കുറച്ച് കനം കൂടി ഒരു പിന്നെ ഒരാണി കയറിയതാണ്. പിന്നെ പഞ്ചറൊക്കെ പിടിച്ച് ഞങ്ങൾ നേരെ നാടുകാണി പിടിച്ചു. അങ്ങനെ നാടുകാണി ഞങ്ങൾ നേരെ മറ്റേ നിലമ്പൂർ വഴി പോകാനുള്ള പ്ലാനിലാണ്. അപ്പം നാടുകാണി ചുരർക്കാനുള്ള അടുത്ത ടാസ്ക്. ഊട്ടിയിലെ സകലമായ തണുപ്പും സഹിച്ചതാ നാടുകാണി ഈ ഒരു ചുരത്തിലേക്ക് ഇറങ്ങിയാൽ പോയിട്ട് നല്ല ചൂട്, നല്ല അടിപൊളി ചൂട്. മഴക്കാറിട്ടുണ്ടാനും ഏകദേശം ഒരു ഈവനിങ് സമയത്ത് നാടുകാണി ചുരം അങ്ങനെ പതിയെ അങ്ങനെ ഇറങ്ങി. നല്ല അടിപൊളി സൺസെറ്റ് മഴക്കാറ്, ഒരു പ്രത്യേക ആംബിയൻസ്. അതൊക്കെ കണ്ട് ഞങ്ങൾ നാട് ഓരോ സമയത്തും ഓരോ ആംബിയൻസാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മൾ ക്ലൈംബ് ചെയ്ത് മറ്റൊരു ക്ലൈമറ്റിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ കിട്ടുന്നത്. ദൂരം നോക്കിയാൽ നല്ല മഴയൊക്കെ പെയ്യുന്ന ഇങ്ങനെ കാണാം. ഏതോ സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഹൈറ്റ് നോക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് മഴക്കാറുണ്ട്, ഒരു സ്ഥലത്ത് വെയിലുണ്ട്, മറ്റൊരു സ്ഥലത്ത് മഴ ഉണ്ട്. ഒക്കെ നമുക്കിങ്ങനെ ലോങ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ കാണാം.
അതാണ് നാട് കാണിച്ചെടുത്ത് നല്ല നല്ല വ്യൂ പോയിന്റിൻ്റെ അവസ്ഥകൾ. അവിടൊക്കെ മായിണ്ടടാ, അവിടൊക്കെ മായിണ്ട്, അവിടെയും മായിണ്ട്, അവിടെ വെയില. അങ്ങനെ ചുരക്കിറക്കി നിലമ്പൂരെത്തി. നിലമ്പൂര് തേക്കിൻകാടും കണ്ട് നമ്മളത് സൈക്കിളും എടുത്ത് ഊട്ടിയൊക്കെ ചുറ്റി അടിച്ച് പൊളിച്ച് നമ്മളങ്ങനെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം നമ്മളെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും കണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വ്ളോഗ് കാണാം. അങ്ങനെ രാത്രി ഞങ്ങളുടെ ഒരു ജ്യൂസും കുടിച്ചിങ്ങനെ പിരിഞ്ഞു. ബൈ, ഗുഡ് നൈറ്റ്.